എല്ലാ പ്രഭാതങ്ങളിലും തുളസിക്ക് വലം വെച്ച് അതിന് വെള്ളമൊഴിച്ച് പ്രാർത്ഥനയോടുകൂടി നമസ്കരിക്കുന്നൊരു പതിവ് ഭാരതീയർക്കുണ്ട്. സന്ധ്യയ്ക്കും വിളക്ക് വെച്ച് തുളസിയെ വലം വയ്ക്കുകയും നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരു ഔഷധ വീര്യത്തിൻ്റെ മഹാപ്രവാഹം തന്നെ ഉണ്ടാകുന്നുണ്ട്. സുപ്രഭാതത്തിൽ അനവധി ആചാരങ്ങളുടെ കൂട്ടത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ് തുളസിക്ക് വെള്ളമൊഴിച്ച് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് കിഴക്കോട്ട് നോക്കി നമസ്കരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പുറകിലൊരു ശാസ്ത്രമുണ്ട്. തുളസിയുടെ ഔഷധ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ, തുളസിയിൽ നിന്ന് വമിക്കുന്ന ഓക്സിജൻ, ഓസോൺ ഇവയെല്ലാം തുളസിയിൽ നിന്ന് ചുവട്ടിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ നാസാദ്വാരം ആ നിലയിൽ കൊണ്ടുവന്ന് അത് ശ്വാസകോശത്തിലേക്ക് ശ്വാസവായുവിലൂടെ എടുക്കാനുള്ള ഒരാചാരം നമ്മുടെ ശാസ്ത്രീയമായ വീക്ഷണത്തിൻ്റെ, ശാസ്ത്രീയമായ ഉപയോഗത്തിൻ്റെ തെളിവായി ഇന്നും നിലനിൽക്കാറുണ്ട്, ആചരിക്കാറുണ്ട്, അനുശാസിക്കാറുണ്ട്. പെറ്റുകിടക്കും കുഞ്ഞിപ്പെണ്ണിന് ഇരുമരുന്നായി തൃത്താവ്, ദ്വാദശി നാളിൽ പൂജയ്ക്കുള്ളൊരു പൂതളമായി കരിം തുളസി. പെറ്റുകിടക്കും കുഞ്ഞ് ഔഷധമായി ഉപയോഗിക്കുമ്പോൾ തൃത്താവ് എന്നും പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ തുളസി എന്നുമാണത്രേ ഈ ചെടിയെ വിളിക്കേണ്ടത്. പേരെന്തായാലും പേര് കേട്ട ഒരു ഔഷധവും പൂജാദ്രവ്യവുമാണ് തുളസി. സുരസൻ, സുമുഖൻ, ഈ 2 വിഭാഗത്തിൽ സുരസൻ കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞു. അതുപോലെ സുമുഖൻ എന്ന് പറയുന്ന ആ കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത നിറത്തിലുള്ള, അതായത് പച്ച നിറത്തിലുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു തുളസി വിഭാഗമുണ്ട്. ഈ തുളസി വിഭാഗത്തിൽ നാദിവിദാഹി എന്നുള്ള ഒരു രോഗഹാരഗുണം, ഈ അന്തർദാഹം, അതേമാതിരി സമയാസമയങ്ങളിൽ ദാഹം ഉണ്ടാവുക, സാധാരണ വെള്ളം കുടിച്ചാൽ മതിയാവുന്നില്ല എന്നുള്ള തോന്നിച്ചുണ്ടാവുക, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ തുളസി ശീതകഷായം പോലെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗരശോഭ, ജലസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ പുണ്ണ്, വീക്കം, ഇങ്ങനെയുള്ള തരത്തിലുള്ള കുരു, ഈ തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഈ തുളസി അരച്ചിടുന്നതും അതേപോലെ തുളസി കൊണ്ട് ശീതോപചാരം ചെയ്യുന്നതും വളരെ നല്ലതാണെന്ന് ഈ അഷ്ടാംഗ ഹൃദയത്തിലുള്ള 2 വരികളെ കൊണ്ട് ദ്രവ്യഗുണത്തിൽ ആചാര്യൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. തുളസി വളരെ പാവനമാണ്. കാസശ്വാസാദികളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. വിശേഷമായിട്ട് പാർശ്വരോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിൽ ഈ വെളുത്ത തുളസിക്ക് ദാഹത്തിനെ കുറക്കാനുള്ള കഴിവുണ്ട്. വിശേഷമായിട്ട് തുളസി തീർത്ഥം സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്ത് കുടിക്കുന്നത് ഈ വിക്ക് എന്ന് പറയുന്ന രോഗം തീരെ വിട്ടുപോകാൻ വളരെ നല്ലതാണെന്ന് നാട്ടുവൈദ്യത്തിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് അനുഭവസിദ്ധമാണെന്ന് ആ നാട്ടിലെ വൈദ്യന്മാരും പറയുന്നുണ്ട്. പക്ഷേ അത് 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ 3 മാസം കൊണ്ടോ ശരിയാവുന്നതല്ല. കൊല്ലങ്ങളായിട്ട് സാളഗ്രാമ തീർത്ഥം തുളസിയിട്ട് സേവിച്ചാൽ, അല്ലെങ്കിൽ തുളസി സാളഗ്രാമത്തെ അർച്ചന ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ആ തീർത്ഥം പ്രതിദിനം സേവിച്ചാൽ വിക്കൽ, കൊഞ്ഞ് എന്ന് പറയുന്ന ഈ രോഗത്തിന് വളരെ നല്ലതാണെന്ന് അറിവുള്ള വൈദ്യന്മാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പാവനത്വം, രോഗഹാരിത്വം, അതേപോലെ വളരെ സുഖദായകമായിട്ടുള്ള ഈ തുളസി ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. തുളസിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ സാധാരണയായി പറയുന്നൊരു കാര്യമാണ് അത് പൂജയ്ക്കായി ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണെന്ന്. ഭാരതീയമായ മിക്ക പൂജാ സമ്പ്രദായങ്ങളിലും തുളസി ഒരു പ്രധാന പുഷ്പമായി തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയെല്ലാം നമ്മളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം തന്നെ തുളസി വർദ്ധിപ്പിക്കുന്നുമുണ്ട് നമ്മളറിയാതെ.
ഭാരതീയമായ മിക്ക പൂജാ സമ്പ്രദായങ്ങളിലും തുളസി ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൂജാപുഷ്പമാണ്. തീർത്ഥമുണ്ടാക്കാനും അർച്ചിക്കാനും എന്ന് വേണ്ട, പൂജയുടെ എല്ലാ ഘട്ടങ്ങളിലും തുളസി അനിവാര്യ പുഷ്പമാണ്. സാമീപ്യം കൊണ്ട് തന്നെ നമുക്ക് പ്രാണനും രോഗപ്രതിരോധ ശക്തിയും പകരുന്ന തുളസി പുരോഹിതന് മാത്രമല്ല, പൂജയിലും പ്രാർത്ഥനയിലും ചേരുന്ന ഓരോ ആൾക്കും സ്വാസ്ഥ്യം പകരുന്നു. ഇതിൻ്റെ ആ ഗന്ധം, നറുമണം, അതോടൊപ്പം തന്നെ ആ ഇലയുടെ അടിഭാഗത്ത് കിടക്കുന്ന തുളസി ദ്രവം എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഒരു വഴുവഴുപ്പുള്ള ദ്രാവകം. അതും നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ്, ഒരു പോഷകപ്രധാനമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉപവാസം അവസാനിപ്പിക്കുന്ന ആളുകൾക്ക് പൂവും നീരും നൽകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് വെള്ളത്തിൽ ഇപ്പോൾ തുളസിയുടെ മുകളിൽ നമ്മൾ വെള്ളം കുടഞ്ഞ് ആ ഇലയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ആ തുളസി കതിരും തുളസി ഇലകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ചായ്ച്ച് പിടിച്ച് വെള്ളത്തിൽ 2-3 പ്രാവശ്യം മുക്കുന്നു. അപ്പോൾ ഈ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ തുളസി ദ്രവം അതിൽ ചേരുകയും അതോടൊപ്പം തന്നെ ആ പൂക്കളിൽ ഉള്ള മധുജലം ഇതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ വെള്ളം കുടിക്കുന്ന സമയത്ത്, ആചമിക്കുന്ന സമയത്ത്, അത് കയ്യിലൊഴിച്ചത് ആചമിക്കണം. ആചമിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പ്രാണവായു കൂടി അതിലേക്ക് കലരുകയാണ്. അത് ദഹനഗ്രന്ഥികളെ, പചനേന്ദ്രിയത്തിന് മൊത്തത്തിൽ അത് ഉണർത്തും. അതിൽ ആവശ്യപ്രധാനമായിരിക്കുന്ന പോഷകങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് ഉണർത്തുന്നത്. അത് പചനേന്ദ്രിയം, ശ്വസനേന്ദ്രിയം തുടങ്ങിയിരിക്കുന്ന ഗ്രന്ഥികളെ ഉണർത്താനും അതോടൊപ്പം തന്നെ ചില ഗ്രന്ഥികളെ സമനില പാലിപ്പിക്കാനും ഒക്കെ ഇതിന് കഴിയുന്നു എന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. തുളസി ഇലയിട്ട ശുദ്ധജലം നിത്യേന പ്രഭാതത്തിൽ വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണെന്ന് പ്രകൃതി ചികിത്സാ വിദഗ്ധർ പറയുന്നു. പക്ഷേ ഒന്ന് ഓർത്തു നോക്കുക, ഇതുതന്നെയല്ലേ ഭാരതീയർ പണ്ട് തൊട്ടേ അനുഷ്ഠിച്ചിരുന്നത്? പ്രഭാതത്തിൽ വെറും വയറോടെ ക്ഷേത്രത്തിൽ ചെന്ന് ഇഷ്ടദേവതാ ദർശനത്തിന് ശേഷം ശംഖിലൂടെ പകരുന്ന തീർത്ഥജലം സേവിക്കുന്നതിലൂടെ തുളസിയുടെ ദിവ്യമായ ഔഷധവീര്യവും പകർന്നു കിട്ടിയിരുന്നു. സന്ധ്യയ്ക്ക് നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. മിക്കവാറും അയൽവക്കത്തൊക്കെ എല്ലാ വീട്ടിലും എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ നാമം ജപിക്കും. അപ്പോൾ എൻ്റെ അമ്മൂമ്മ പറയും, ഉറക്ക നാമം ജപിക്കണം, ഉറക്ക നാമം ജപിക്കണം. അപ്പോൾ ഞാൻ കൊച്ചിലെ വിചാരിച്ചത് ഈ ഉറക്ക നാമം ജപിക്കുന്നത് മത്സരിച്ചിട്ടാണെന്നാണ് മറ്റുള്ളവരോട്. അപ്പോൾ അമ്മൂമ്മ പറയും, അല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം നാമം ജപം കേൾക്കണം. അവരെല്ലാം ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉറക്ക നാമം ജപിക്കണം എന്ന് പറയും. അങ്ങനെ ചെടികൾക്കൊക്കെ വേണ്ടി ഉറക്ക നാമം ജപിച്ച് കഴിയുമ്പോൾ ഏകദേശം ഞങ്ങളുടെ സന്ധ്യയ്ക്കുള്ള കീർത്തനങ്ങളും ഒക്കെ ചൊല്ലിക്കഴിയുമ്പോൾ വിളക്കിൻ്റെ മുമ്പിലിരിക്കുന്ന കിണ്ടിയിൽ ധാരാളം തുളസി ഇലയിട്ട വെള്ളം ഉണ്ടാകും. ഈ വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും തീർത്ഥം പോലെ അമ്മൂമ്മ ഒഴിച്ചു തരും. ഇത് ഞങ്ങളെല്ലാവരും കൈ നീട്ടി വാങ്ങിച്ച് അത് ചെറുതായിട്ടിങ്ങനെ ആചമിച്ച് കുടിച്ച് പിന്നെ അത് ഇങ്ങനെ തലയിൽ കൂടെ ഒഴിച്ച് അമ്പലത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുമായിരുന്നു. കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ശീലം. അപ്പോൾ എന്തോ തുളസിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ദിവ്യത്വം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടത് കാര്യമൊന്നും അറിഞ്ഞിട്ടല്ല. എന്നാലും അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഏത് പ്രസാദം കിട്ടിയാലും അതിനകത്ത് തുളസി ഇലയുണ്ടാകും. ആൺകുട്ടികളൊക്കെ അതെടുത്ത് ചെവിയിൽ വെക്കും, പെൺകുട്ടികളത് തലമുടിയിൽ വെക്കും. അങ്ങനെ ഒരു തുളസി വളരെ വേണ്ടപ്പെട്ട ആരോ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വളർന്നത്.